Hello friends, welcome to SAT, St. Augustine Tuition Center, Marthumbadi and Puthumalgiri. Please subscribe to our YouTube channel for new updated videos and also visit staugustintuition.blogspot.in. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജി ക്ലാസ് +1 ചാപ്റ്റർ 1 ദ ലിവിംഗ് വേൾഡ്. ഓക്കെ, പാർട്ട് 2 വാട്ട് ഈസ് ലൈഫ്. പ്ലീസ് വിസിറ്റ് പാർട്ട് 1 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ പാർട്ട് 1 കണ്ടതിന് ശേഷം കാണുക. വാട്ട് ഈസ് ലൈഫ് സാർ, എന്തിനാ ഇപ്പോൾ വാട്ട് ഈസ് ലൈഫ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത്? പരീക്ഷയ്ക്ക് ചോദിക്കുമോ? പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് ഇത് ചോദിക്കൂ. എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓക്കെ, പ്ലീസ് ഡു നോട്ട് വിസിറ്റ് ദിസ് വീഡിയോ. ഓക്കെ, വാട്ട് ഈസ് ലൈഫ്? ബിക്കോസ് ബയോളജി ഈസ് ദ സയൻസ് ഓഫ് ലൈഫ്. അപ്പം അതുകൊണ്ട് തന്നെ ലൈഫ് എന്താണെന്ന് ആദ്യം അറിയണം. ഓക്കെ, ദി യൂണിവേഴ്സ് ഈസ് എ വെരി ബിഗ് പ്ലേസ്. നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സ്പേസ് ആണ്. അതിനകത്ത് ഒരു ചെറിയൊരു ഗാലക്സിയിലാണ് മിൽക്കി വേ. നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നത്. ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഗാലക്സീസ്, ബില്യൺസ് ഓഫ് ഗാലക്സീസ്, കുറേ അധികം ഗാലക്സീസ് ഉണ്ട്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ കുറേ അധികം പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ്, ഇഷ്ടം അതിന് ലാർജ് നമ്പർ ഓഫ്. അതിനകത്ത് ചെറിയ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഗാലക്സി, ദ വൺ ഗാലക്സി നെയ്മഡ് മിൽക്കി വേ ഈസ് അവർ ഹോം. നമ്മുടെ വീട്, നമ്മുടെ ഗാലക്സി. ഈ ഗാലക്സിന് കുറേ നക്ഷത്രങ്ങൾ കാണുന്നില്ലേ? അതിനകത്തൊരു കുഞ്ഞു നക്ഷത്രമാണ് നമ്മുടെ സൺ, സോളാർ സിസ്റ്റം. ആ സണ്ണിന് ചുറ്റുമുള്ള ഒത്തിരി ഗ്രഹങ്ങളിൽ, ഒത്തിരി എന്ന് പറഞ്ഞാൽ 9 ഗ്രഹങ്ങളിൽ, 9 പ്ലൂട്ടോ നമ്മൾ മാറ്റി 8 ഗ്രഹങ്ങളിൽ ഈ ചെറിയൊരു ഗ്രഹം കണ്ടോ, ദാറ്റ് ഈസ് എർത്ത്. അതെന്ന് പറയുന്നത് ഈ വലിയ യൂണിവേഴ്സിന്റെ ജസ്റ്റ് വൺ കോർണർ ഓഫ് ദിസ് വാസ്റ്റ് വേൾഡ്. ഓക്കെ, എർത്ത്. It contains something that in all our searching. നമ്മൾ എല്ലാ ലോകം മുഴുവൻ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടോ എന്ന്. എന്നാൽ ആ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എവിടെയാണുള്ളത്? എർത്തിലാണുള്ളത്. വി ഹാവ് ഫൗണ്ട് നോവെയർ എൽസ്. വേറെ എല്ലായിടത്തും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. കണ്ടെത്തിയിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകായിരുന്നു, അല്ലേ? കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. സോ ദാറ്റ് ഈസ് അമേസിങ്. ഓക്കെ, അത് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ ചെറിയൊരു ഗ്രഹത്തിൽ മാത്രമാണ് എൻ്റെ ജീവനുള്ളത്, അല്ലെങ്കിൽ ജീവിതം ഉള്ളതെന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ലൈഫ്. സർ, ലൈഫ് വാട്ട് ഇറ്റ് ഈസ്, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ലൈഫ്. ലൈഫ് What is life, sir? How the human is special? When did life on earth begins? How they relate to other organisms? How does it all work? What is the biochemistry of life? This year you will learn some of these answers. Okay? So, the science of life. Welcome to biology. What is life? So our question is, what is life? Life is a unique, complex organization of ions and molecules which perform certain chemical reactions in order to bring about life activities. ഈ എന്താണ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു എക്സാക്റ്റ് ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഫിലോസഫിക്കൽ വണ്ണാണ്. ജീവിതം എന്താണ്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ നമുക്ക് പറയാറില്ലേ? ലൈഫ് ഈസ് എ യൂണിക്. എല്ലാവരുടെയും ജീവിതം വ്യത്യസ്തമാണ്. ഒരേപോലെ അതേപോലെ കോപ്പിയുള്ള ജീവിതം അങ്ങനെയൊന്നുമില്ല. കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് അയോൺസ് ആൻഡ് മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ കെമിസ്ട്രിയും പറയണം, ഫിസിക്സും പറയേണ്ടി വരും അതിൻ്റെ അകത്ത്, ബയോളജി മാത്രമല്ല. അപ്പോൾ ഒരുപാട് അയോൺസും മോളിക്യൂൾസിൻ്റെ ഒക്കെ ഒരു കോംപ്ലക്സ് ഓർഗനൈസേഷനാണ്. ആർക്കും ഇത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. വിച്ച് പെർഫോം സർട്ടൻ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് കണ്ടതാണ്. ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് ലൈഫ് ആക്ടിവിറ്റീസ്, നമ്മുടെ ജീവിത പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി. ലൈഫ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ്. ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് അയോൺസും മോളിക്യൂൾസും, പിന്നെ എല്ലാവരുടെയും വ്യത്യസ്തമായ ഓരോരുത്തർക്കും സെപ്പറേറ്റ് അവരുടേതായ മാത്രമുള്ള ഒരു ജീവിത രീതി. അതാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫ് എന്ന് പറയുന്നത്. അത് നമുക്ക് സയൻസിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ഫിലോസഫിക്കലി പല പല മീനിങ്ങും ലൈഫിന് അർത്ഥങ്ങളും റിലീജിയൻ കേസിലൊക്കെ നമുക്ക് പല അർത്ഥങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇത് തന്നെയാണ് ലൈഫിൻ്റെ ഡെഫിനിഷൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഇറ്റ്സ് എ മീനിങ് ഇൻ സയൻസ്. ഓക്കെ, ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കൈയോ കാലോ, ഇപ്പോൾ ഒരു കൈ പോയാലും നമ്മൾ ജീവിക്കും. സോ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഓർഗാനിസം ആസ് എ ഹോൾ
നോട്ട് ഫോർ എനി സിംഗിൾ പാർട്ട്, ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടല്ല, ഓർഗാനിസം ആസ് എ ഹോൾ മൊത്തത്തിലാണ് നമ്മൾ പറയുന്നത് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ലൈഫിലുണ്ടാക്കിയിരിക്കുന്ന ഓരോ പാർട്ടിക്കിൾസിനെ കുറിച്ച് നമുക്കറിയാം, അതിനകത്ത് ഘടകങ്ങളെക്കുറിച്ച്, അങ്ങനെ എല്ലാ പാർട്ടിക്കിൾസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പാർട്ടിക്കിൾസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് എനർജിയും കൊടുത്താൽ നമുക്ക് ലൈഫ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഈവൻ ഒരു ഡെഡ് ബോഡിയിൽ എല്ലാ പാർട്ടിക്കിൾസും ഉണ്ട്, എല്ലാ മെറ്റീരിയലും എല്ലാ ഓർഗൻസും ഉണ്ട്, ബട്ട് നമുക്ക് എന്തെങ്കിലും കൊടുത്തതിനെ ജീവിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. സോ ലൈഫ് ഇസ് എ മിസ്റ്ററി, ഒരു രഹസ്യമാണ്. ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ കമ്പയറിംഗ് ദ ലിവിംഗ് ഓർഗാനിസംസ് വിത്ത് നോൺ ലിവിംഗ് മാറ്റർ. അപ്പോൾ ഒരാൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിക്കാത്തത് എന്താ അത് നമ്മൾ അറിയണം. ജീവനില്ലാത്തത് ഏതാണ്, ജീവനുള്ളത് എന്താ? അപ്പോൾ അതിന് നിങ്ങൾ അറിയേണ്ടത് എന്താ? ലിവിങ് തിങ്സ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് തിങ്സ്? അതറിയണം. അതറിയണമെങ്കിൽ വാട്ട് ഈസ് ലിവിങ് എന്നറിയണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? വിസിറ്റ് പാർട്ട് 3. ഓക്കെ സർ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് സർ? ഇതറിയാൻ താല്പര്യമുള്ളവർ മാത്രം ബാക്കി അങ്ങോട്ട് കാണുക. കാരണം ഇത് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിക്കുന്നതല്ല. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് അടുത്ത പാട്ട് കണ്ടോളൂ. സർ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? പലപ്പോഴും നമ്മൾ ഫിലോസഫി ക്ലാസ്സിലും മറ്റും ചോദിച്ചിട്ടുണ്ട് അല്ലേ? പലർക്കും പല അഭിപ്രായമാണ് അതിനെക്കുറിച്ചുള്ളത്. ചിലർ പറയും മീനിങ്. അതെ, മീനിങ് എന്താണ്? മീനിങ് മീൻസ് വാട്ട്? എന്താണ് മീനിങ്? ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ്? ചിലർ പറയേ people nowadays often say, sometimes in a sad way, other times more aggressively, that life just has no meaning. മീനിങ് ഒന്നുമില്ലടാ, എന്ത് മീനിങ്? ലൈഫിനൊരു മീനിങ് ഇല്ല, ഇങ്ങനെ ജീവിച്ച് പോവാ തട്ടിയും മുട്ടിയും, അങ്ങനെ പറയുന്നവരുണ്ട്. You thought that reading books and going to lectures would shine a light on things, but the topics are dull and disconnected from your confusion. You complain it feels meaningless. ചില സമയത്ത് ചില കുട്ടികൾ നന്നായി പഠിക്കുക, എല്ലാ ദിവസവും രാവിലെ നിൽക്കുക, പഠിക്കുക, ക്ലാസ്സിൽ പോവുക, എന്നിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, ഒരു ഡിഗ്രി വാങ്ങിക്കുക, എന്നിട്ട് ജോലി വാങ്ങിക്കുക. ഹായ്, അതാണ് ലൈഫ്. അപ്പോഴത്തേക്കും 10, 35, ചിലപ്പോൾ 10, 25, 30 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഒരു കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് അങ്ങനെ ജീവിക്കാം. പലപ്പോഴും പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്തിനാണ് ഇത് പഠിക്കുന്നത്? പല കുട്ടികളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറേ ഇതൊക്കെ എന്തിനാണ് പഠിച്ചിട്ട്? ചില മാത്സിൽ ചില കാര്യങ്ങൾ പറയും, ഇതൊക്കെ വല്ല ഉപകാരമുണ്ടാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മീനിങ്ലെസ് ആണ്, നിങ്ങളത് പഠിക്കുന്ന ഒരു അർത്ഥമില്ല അല്ലേ? നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലേ? യു ആർ വർക്കിംഗ് ഇൻ എ ലാർജ് പ്രോഫിറ്റബിൾ കമ്പനി ആൻഡ് ഏർണിംഗ് എ ഡീസെന്റ് സം എവരി വീക്ക്. നിങ്ങൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ മന്ത്ലി സാലറി കിട്ടുന്നുണ്ട്, നല്ല ജോലിയുണ്ട്. യു ഡോണ്ട് സീം ടു ബി മേക്കിംഗ് എനി ഗ്രേറ്റ് ഡിഫറൻസ് ടു എനി വൺസ് ലൈഫ്. പക്ഷെ നിങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങളൊരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല. നിങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ ഒരാളെ പോലും സ്വാധീനിക്കുന്നില്ലെങ്കിൽ യു ആർ ജസ്റ്റ് ലൈക്ക് എ റോബോട്ട്. എന്ത് മീനിങ് ആണുള്ളത് നിങ്ങളുടെ ജീവിതത്തിന്? ഒരു മീനിങ്ങുമില്ല, ഒരു അർത്ഥവുമില്ല. മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് സർ? മീനിങ് ഈസ് ടു ബി ഫൗണ്ട് ഇൻ 3 ആക്ടിവിറ്റീസ്, ഇൻ പർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സർവീസ്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മീനിങ് ഉണ്ടാവും. ഈ 3 കാര്യങ്ങളില്ലെങ്കിലോ മീനിങ് ഇല്ല. അപ്പോൾ എന്താണ് സാർ ഈ 3 കാര്യങ്ങൾ? ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ യൂഷ്വലി കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം, അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുക, സർവീസ് സേവനം. ഓക്കെ, അത് മാത്രമല്ല അതിൻ്റെ പിന്നിൽ വേറെ ചില അർത്ഥങ്ങളുണ്ട്. നോക്കാം. വെൻ വി ഫോം ഫ്രണ്ട്ഷിപ്സ്, നമ്മൾ ചെറുപ്പം മുതലേ ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. വെൻ വി ഇൻറ്റിമേറ്റ് വിത്ത് ലവ്ഡ് വൺസ്, ചിലപ്പോൾ നമുക്കൊരു ലവർ ഉണ്ടാവാം, ഒരു ലൈൻ ഉണ്ടാവാം. അങ്ങനെ സ്ഥിരം അയാളോട് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അയാൾ കാണാൻ തോന്നുന്നത് അതൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ലവ്ഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാവാം, നമ്മുടെ പാരൻസ് ആവാം, ആരും ആവാം, റിലേറ്റീവ്സ് ആരും ആവാം. വെൻ വി ആർ ടച്ച്ഡ് ബൈ ബുക്സ്, സോങ്സ് ആൻഡ് ഫിലിംസ്, ചില നമുക്ക് ഫിലിംസ് കാണാൻ ഇഷ്ടം, ചിലർക്ക് സോങ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടം, ചിലർക്ക് നല്ല നല്ല ബുക്കുകൾ വായിക്കാൻ ഇഷ്ടം. ദെൻ കമ്മ്യൂണിക്കേഷൻ, അവിടെ കമ്മ്യൂണിക്കേഷൻ നടന്നു. കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, മേക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ഓക്കെ, അത് വ്യക്തികളോടാവാം, ബുക്കിനോടാവാം, ഫിലിംസിനോടാവാം, എന്തെങ്കിലും പാഷൻ ആവാം. അതായത് നിങ്ങൾക്ക് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംസാരം കൊണ്ടാവണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ വേണം ലൈഫിൽ. ഒന്നുമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് വളരെ എന്താണ്, മീനിങ്ലെസ് ആണ്. ദ പ്ലഷർ ഓഫ് അവർ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, ഇതിങ്ങനെ പഠിപ്പിക്കുമ്പോൾ ചിലവരാണ് ചോദിക്കും എന്ത് കിട്ടുന്നു, എന്ത് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്? ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെന്നേ, ഒരു പ്ലസ് എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും ഡോക്ടേഴ്സിനും എല്ലാവർക്കും അവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരു പ്ലഷർ കിട്ടുന്നുണ്ട്. സയന്റിഫിക് റിസർച്ചേഴ്സ്, എക്കണോമിസ്റ്റേഴ്സ്, ആർട്ടിസ്റ്റ്, ടീച്ചേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ്, എനി ഡ്രീംസ് ഓഫ് യുവർ ഓൺ. ചിലപ്പോൾ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾ ഡോക്ടർ ആയാലോ, അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റ് ആയാലോ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർ ആയാലോ, അങ്ങനെ നമ്മുടെ ആഗ്രഹം എന്താണോ അതല്ലാതെ വേറെ ഏതെങ്കിലും
റിച്ച്, ഇപ്പോൾ ആർട്ടിസ്റ്റ് ആവാൻ, നല്ല ഡാൻസറാണ്, പക്ഷെ അയാൾ ഡോക്ടറാക്കി. അപ്പോൾ എന്ത് സംഭവിക്കും? അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല ജോലി ചെയ്യാൻ. പക്ഷെ ഡാൻസർ ആണെങ്കിലോ നന്നായിട്ട് ഡാൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്ലഷർ ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലൈഫിൽ മീനിങ്ലെസ് ആയിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. മനസ്സിലായോ? എന്താണ് പ്ലഷർ ആക്ടിവിറ്റീസ്? നമ്മുടെ ലൈഫിന് നൽകുന്ന പ്ലഷർ ആക്ടിവിറ്റീസ് നൽകുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യണം. നമ്മുടെ ആഗ്രഹം എന്താണോ അത് നമ്മൾ ചെയ്യണം. അപ്പോഴേ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് നമ്മുടെ ലൈഫിൽ എന്താണ് മീനിങ് ഉണ്ടാവുള്ളൂ. നമുക്കത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടീച്ചിങ് എൻ്റെ പാഷനാണ്. ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മറ്റ് ജോബുകളിലൊക്കെ ഞാൻ പോയിട്ടില്ല. പല ജോബുകളും ചെയ്തിട്ടുണ്ടെങ്കിലും ടീച്ചിങ് ചെയ്യുമ്പോഴാണ് എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾ സ്വയം കണ്ടെത്തണം. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ആയി. അപ്പോൾ നിങ്ങളുടെ ലൈഫിന് ഒരു മീനിങ് ആയി. ഓക്കെ, ടു സെർവ് അതർ പീപ്പിൾ, ടു ട്രൈ ടു ഇംപ്രൂവ് ദെയർ ലൈവ്സ്. നോക്കൂ, യുവർ ബിലോവ്ഡ് വൺ, യുവർ നൈബേഴ്സ്, യുവർ പേഷ്യൻസ്, യുവർ ചൈൽഡ്, ഫ്രണ്ട്സ്, എനിവൺ. ഇപ്പോൾ തന്നെ ഞാൻ തന്നെ ചെയ്യുന്നു. നോക്കൂ, ടു സെർവ് അതർ പീപ്പിൾ. ഞാൻ നിങ്ങളെ സേവിക്കുകയല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നു, പഠിപ്പിക്കുന്നു, എൻ്റെയിലുള്ള അറിവ് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കും. സോ എൻ്റെ ലൈഫിനൊരു മീനിങ് ആയി. ഇപ്പോൾ ഞാൻ മരിച്ചുപോയി തന്നെ വിചാരിക്കേ, ഞാൻ എൻ്റെ ഈ ശബ്ദം, ഞാൻ പഠിപ്പിക്കുന്ന വീഡിയോസ് ഇത് യൂട്യൂബിൽ നിൽക്കില്ലേ? വളരെ കൊല്ലം നിൽക്കില്ലേ? തീർച്ചയായിട്ടും. കുറേ പേർക്ക് അത് ഉപകാരപ്പെടില്ലേ? ഉപകാരപ്പെടും തീർച്ചയായിട്ടും. സോ ട്രൈ ടു ഇംപ്രൂവ് ദെയർ ലൈഫ്സ്, അതേഴ്സ് ലൈഫ്സ്, യുവർ ബിലോവ്ഡ് വൺസ്. നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്ത് ശമ്പളം കൊണ്ടു നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും അത് സഹായമാവുക. നിങ്ങളുടെ അയൽപ്പക്കക്കാർക്ക്, നീ ഡോക്ടറാണെങ്കിൽ നിങ്ങളുടെ പേഷ്യൻസിന്, നിങ്ങളുടെ കുട്ടികൾക്ക്, ഫ്രണ്ട്സിന്, നിങ്ങളുടെ ചുറ്റുപാടും സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആർക്കും, അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു ലൈഫാണ് നിങ്ങളുടേത് എങ്കിൽ, പ്രവൃത്തിയാണ് നിങ്ങളുടേതെങ്കിൽ, ചിന്തകളാണ് നിങ്ങളുടേതെങ്കിൽ, ആശയങ്ങളാണ് നിങ്ങളുടേതെങ്കിൽ, then you have service. Okay, clear? Imagine the following situation. You don't have a lover or loved ones. നിങ്ങൾക്ക് ആരുമില്ല, റിലേഷൻഷിപ്പ് ആരുമില്ല, ബന്ധങ്ങളില്ല, ഒന്നുമില്ല. Nobody loves you. ആർക്കും നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളുടെ പ്രവൃത്തി മൂലം. You don't have any friends. Friends ഇല്ല. Then you lost communication. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടായിപ്പോയി. സപ്പോസ് യു ഡോണ്ട് ഹാവ് എനി ഡ്രീം ഒരു പ്രൊഫഷണൽ ലൈഫ്. വെറുതെ ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ പോവുക. അല്ലാണ്ട് ഒരു എയിമില്ല നിങ്ങൾക്ക്, ഒരു പാഷൻ ഇല്ല. ഡാൻസർ ആവണമെന്നോ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണമെന്നോ, എഞ്ചിനീയർ ആവണമെന്നോ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവണമെന്നോ ഒരു ആഗ്രഹമില്ല. വെറുതെ ഇങ്ങനെ പോവുക. ദെൻ യു ലോസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇഫ് യു ആർ സെൽഫിഷ്, എനിക്ക് എൻ്റെ മാത്രം, മറ്റുള്ളവർക്കും ഞാൻ സഹായിക്കില്ല, എൻ്റെ മാത്രം, എൻ്റെ. നോക്കൂ, നിങ്ങൾ ഈ ലോകത്ത് നേടിയ പല അറിവുകളും പലരും നിങ്ങൾക്ക് തന്നതാണ്. ഈവൻ നിങ്ങൾ ടീച്ചേഴ്സ്, നിങ്ങളെ ഫ്രണ്ട്സ്. അല്ലാതെ ഈ ലോകത്തേക്ക് ജനിച്ചു വന്നപ്പോൾ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എല്ലാം ഇവിടെ നിന്ന് നേടിയതാ. ഇവിടെ നിന്ന് നേടിയത് മൂടി വയ്ക്കുന്നു. അത് എന്ത് മണ്ടത്തരമാണ്, അല്ലെങ്കിൽ എന്ത് ചിന്താഗതിയാണത്? അത് സെൽഫിഷാണ്. സെൽഫിഷ് ഉള്ളവർക്ക് യു ലോസ്റ്റ് സർവീസ്, ദ പാർട്ട് ഓഫ് സർവീസ്. ഇഫ് യു ലോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഇഫ് യു ലോസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, ഇഫ് യു ലോസ്റ്റ് സർവീസ്, യു ലോസ്റ്റ് മീനിങ് ഓഫ് യുവർ ലൈഫ്. യു മേ ഫീൽ യുവർ ലൈഫ് മീനിങ്ലെസ്. ഞാൻ ഇതിനോട് മൂന്നിനോടും എഗ്രി ചെയ്യുന്നതിന് ചിലപ്പോൾ ചിലവർ ഇതിനോട് ഡിസഗ്രി ചെയ്യാം. ഞാനിതൊരു കൺസെപ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇഫ് യു മേക്ക് റിലേഷൻസ്, നിങ്ങൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ്, ഡ്രീം ബിഗ് ആൻഡ് വർക്ക് ഫോർ ദാറ്റ്, ഡു സർവീസസ് ടു പീപ്പിൾ, ദെൻ ഐ തിങ്ക് യുവർ ലൈഫ് ഹാസ് സം മീനിങ്. നിങ്ങൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ്, നല്ലൊരു സ്വപ്നമുണ്ട്, അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അത് ചിലപ്പോൾ നിങ്ങൾ ഡോക്ടറാണെങ്കിൽ നന്നായിട്ട് ബയോളജി പഠിക്കണം. ഓക്കെ, നന്നായിട്ട് പഠിക്കണം. ഇനി മറ്റേതെങ്കിലും പ്രൊഫഷനോ ആർട്ടിസ്റ്റോ ആവാൻ ആഗ്രഹിക്കണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യണം. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്നത് ഒരു സർവീസും കൂടി ആയിരിക്കണം. മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഒരു മീനിങ് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണ് മീനിങ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ശ്രീബുദ്ധന്റെ ഒരു കോട്ടിംഗ് എന്നോട് നമുക്ക് അവസാനിപ്പിക്കാം. ഓപ്പൺ യുവർ മൗത്ത് ഓൺലി ഇഫ് വാട്ട് യു ആർ ഗോയിങ് ടു സേ ഇസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ സൈലൻസ്. ഈ പലപ്പോഴും റിലേഷൻഷിപ്പ് തകരാനുള്ള കാരണം നമ്മുടെ വാക്കുകളാണ്. നമ്മൾ അനാവശ്യമായി സംസാരിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഓപ്പൺ യുവർ മൗത്ത് ഓൺലി ഇഫ് വാട്ട് യു ആർ ഗോയിങ് ടു സേ ഇസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ സൈലൻസ്. മിണ്ടാതിരിക്കുന്നതിനേക്കാളും ഭംഗിയാണ് സംസാരിക്കുന്നതെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. സംസാരത്തിൽ നിയന്ത്രണമില്ലാത്ത ഒരാളുടെ ലൈഫിൽ മീനിങ് ഇല്ലാതെ പോകും. മനസ്സിലായോ? പലപ്പോഴും നിങ്ങളുടെ റെസ്പോൺസ് ചെയ്യുവാനുള്ള എബിലിറ്റി അതിൻ്റെ കുറവ് കൊണ്ടും അത് കൂടിയത് കൊണ്ടും ലൈഫിൽ എന്താണ് തകരാറുകൾ സംഭവിക്കാം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു കിടക്കുന്ന സ്വഭാവം അതെന്താണ് നല്ലതല്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി തന്നെ നല്ല ഒരു മീനിങ് ഫുൾ ലൈഫ് നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. ജനറലി എന്താണ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമില്ല. ഓരോരുത്തരുടെയും ലൈഫ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു കോമൺ ഡെഫിനിഷൻ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഐ തിങ്ക്
നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. ഓക്കെ, ദെൻ ഫോളോ മീ ഓൺ ഫേസ്ബുക്ക് www.facebook.com/Sunny Thomas City. ഇതിനകത്തേക്ക് നിങ്ങൾ ഫേസ്ബുക്ക് പേജിലേക്ക് വരിക, ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും പേരും ക്ലാസ്സും നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. Please visit part 3, what is living. Thank you once again.